ഈ പുണ്യകാലത്ത് നല്ലൊരു സംഭവം പത്തനാപുരത്തുണ്ടായി. പത്തനാപുരം ഗാന്ധി ഭവന് ആശ്വാസമായി വീണ്ടും ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലി ഗാന്ധി ഭവനിലെ അന്തേവാസികൾക്കായി 1 കോടി രൂപയുടെ ധനസഹായം കൈമാറി. നോയമ്പ് കാലത്തും അതുപോലെ നോയമ്പ് കഴിഞ്ഞാലും ഭക്ഷണത്തിനും മരുന്നിനും ഒക്കെ ചികിത്സയ്ക്കുമായിട്ടൊക്കെയാണ് അദ്ദേഹം ഈ 1 കോടി രൂപ ഗാന്ധി ഭവനിലെ അശരണരായ ആളുകൾക്ക് എത്തിച്ചു കൊടുത്തത്. ആയിരത്തി 500ഓളം അന്തേവാസികളാണ് ഗാന്ധി ഭവനിലുള്ളത്. ഭക്ഷണം, മരുന്നുകൾ, ചികിത്സ, വസ്ത്രം, സേവന പ്രവർത്തകരുടെ വേതനം, മറ്റു ചെലവുകൾ ഉൾപ്പെടെ പ്രതിദിനം 3 ലക്ഷം രൂപയിലധികം വേണ്ടിവരും. റംസാൻ കാലത്തും തുടർന്ന് 1 വർഷത്തേക്കുമുള്ള ഭക്ഷണത്തിനും ചികിത്സയ്ക്കുമായാണ് 1 കോടി രൂപയുടെ സഹായം ഓരോ വർഷവും ഗാന്ധി ഭവന് MA യൂസഫിൽ നൽകുന്നത്. ഈ വർഷത്തെ സാറിൻ്റെ ഒരു സംഭാവന, അല്ലെങ്കിൽ സാർ എല്ലാ വർഷവും ചെയ്യുന്നത് തന്നെയാണ്. അത് ഈ വർഷവും സാറ് നിങ്ങളുടെ നോമ്പ് തുറയ്ക്കും അതിനുശേഷമുള്ള ഭക്ഷണത്തിനും നിങ്ങളുടെ എല്ലാ ദിവസത്തെ ഭക്ഷണത്തിനും കൂടെ വേണ്ടിയിട്ട് 1 കോടി രൂപ സോമരാജൻ സാറിനെ ഏൽപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ് ഗാന്ധി ഭവനെന്നും സഹായം വലിയ ആശ്വാസമെന്നും ഗാന്ധി ഭവൻ സ്ഥാപകനും മാനേജിംഗ് ട്രസ്റ്റിയുമായ പുനലൂർ സോമരാജൻ. കാരണം നമ്മളെ ലോകത്ത് മലയാളിക്കുള്ള ഏറ്റവും വലിയ അഭിമാനം എന്ന് പറയുന്ന MA യൂസുഫ് അലി എന്ന വിശ്വപൗരൻ. ആഘോഷം മാത്രമല്ല, നമ്മളെ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് നമുക്ക് എല്ലാ വർഷവും സാറിൻ്റെ ഗ്രാൻഡ് ഉണ്ട്. ആ ഗ്രാൻഡുമായിട്ടാണ് ഈ പ്രിയപ്പെട്ടവർ എത്തിച്ചേർന്നിരിക്കുന്നത്. പുരുഷ വയോജനങ്ങൾക്കായി MA യൂസഫ് അലി നിർമ്മിച്ചു നൽകുന്ന ബഹുനില മന്ദിരത്തിന്റെ നിർമ്മാണം പുരോഗമിക്കുകയാണ്. 20 കോടിയോളം രൂപ ചിലവ് വരുന്ന കെട്ടിടത്തിന്റെ ഉദ്ഘാടനം 6 മാസത്തിനുള്ളിൽ നടക്കും. MA യൂസഫ് അലിക്ക് വേണ്ടി സെക്രട്ടറി EA ഹാരിസ്, ലുലു ഗ്രൂപ്പ് റീജിയണൽ ഡയറക്ടർ ജോയ് ഷഡാനന്ദൻ, ലുലു ഗ്രൂപ്പ് ഇന്ത്യ മീഡിയ ഹെഡ് NB സ്വരാജ് എന്നിവർ ഗാന്ധി ഭവനിലെത്തിയാണ് 1 കോടി രൂപയുടെ DD കൈമാറിയത്. ഫെയർ എക്സ്പോർട്സ് ജനറൽ മാനേജർ മുഹമ്മദ് റാഫി, തിരുവനന്തപുരം ലുലു മോൾ പബ്ലിക് റിലേഷൻസ് മാനേജർ സൂരജ് അനന്തകൃഷ്ണൻ എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് 24.